നമസ്കാരം. ഹണ്ട ന്യൂസിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ BJP നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി നാളെ പ്രഖ്യാപിക്കും. കോർ കമ്മിറ്റിയിൽ പേര് നിർദ്ദേശിച്ചത് കേന്ദ്ര നേതൃത്വം. ഗ്രൂപ്പ് സമവാക്യങ്ങൾ തള്ളി പുതുതലമുറയെ ലക്ഷ്യമിട്ട് തീരുമാനം. പുതിയ അധ്യക്ഷന് മുന്നിലെ ആദ്യ കടമ്പ തദ്ദേശ തെരഞ്ഞെടുപ്പ്. രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് ശോഭാ സുരേന്ദ്രൻ. പങ്കെടുത്തില്ലെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി. വിട്ടുനിന്നിട്ടില്ലെന്ന് വിശദീകരണം. സന്തോഷത്തോടെ പുതിയ അധ്യക്ഷനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ. BJP സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരെ നിർദ്ദേശിച്ചത് ഏകകണ്ഠമായെന്ന് വി മുരളീധരൻ. ജനകീയ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരന് ധാരണയുണ്ടെന്നും വി മുരളീധരൻ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആരു വേണമെങ്കിലും BJP അധ്യക്ഷനാകട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തങ്ങൾ പോരാടുന്നത് ഐഡിയോളജിയോടാണ്. രാജീവ് ചന്ദ്രശേഖരന് BJP ഐഡിയോളജി ഇല്ലെന്നാണ് കരുതുന്നതെന്നും വി ഡി സതീശൻ. ലഹരിക്കും അക്രമത്തിനും പ്രതിരോധം തീർത്ത് കേരളം. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്ര ആലപ്പുഴ ജില്ലയിൽ ആദ്യദിന പര്യടനം പൂർത്തിയാക്കി. മാവേലിക്കരയിലും വലിയഴീക്കലിലും മണ്ണാറശാലയിലും യാത്രയ്ക്കൊപ്പം ചേർന്ന് ജനസാഗരം. 24 കണക്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 100 വീട് പദ്ധതിയിലെ ആലപ്പുഴയിലെ ആദ്യ വീടിന്റെ താക്കോൽ കൈമാറി. സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ അന്വേഷണം നടക്കുന്നതിനിടെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വൻ വർമ്മയുടെ വസതിക്ക് സമീപത്ത് നിന്ന് കൂടുതൽ നോട്ടുകൾ കണ്ടെത്തി. കത്തിയ നിലയിൽ കണ്ടെത്തിയത് 500-ന്റെ നോട്ടുകൾ. ജസ്റ്റിസ് യശ്വൻ വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്നാവശ്യം. കർണാടകയിലെ വാഹനാപകടത്തിൽ 2 മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ മരിച്ചു. അപകടമുണ്ടായത് ചിത്രദുർഗയിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച്. മരിച്ചത് കൊല്ലം അഞ്ചൽ സ്വദേശികളായ യാസിനും അഷ്റഫും. ഇരുവരും ചിത്രദുർഗ SJM നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. പരിക്കേറ്റൊരു വിദ്യാർത്ഥി ചികിത്സയിൽ. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ പിടിമുറുക്കി പോലീസും എക്സൈസും. ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവിൽ അറസ്റ്റിലായത് 7000-ലധികം പേർ. കൊച്ചിയിൽ ഇന്നലെ രാത്രി മാത്രം 36 പേർ പിടിയിൽ. കോഴിക്കോട് ജില്ലയിൽ 47 ഹോട്ട്സ്പോട്ടുകളെന്ന് എക്സൈസ്. MDMAയുമായി കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രന് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമെന്ന് പോലീസ്. അനില MDMA വാങ്ങിയത് കണ്ണൂരിൽ പിടിയിലായ ലഹരിക്കടത്തുകാരൻ വഴിയെന്ന് കണ്ടെത്തൽ. ബംഗളൂരുവിൽ നിന്ന് നിരവധി തവണ അനില കൊല്ലത്തേക്ക് ലഹരി എത്തിച്ചെന്നും പോലീസ്. കണ്ണൂർ പുല്ലൂപ്പിയിൽ ലഹരി വിൽപ്പനക്കാരനെ വീട് വളഞ്ഞ് പിടികൂടി. നാട്ടുകാരും എക്സൈസും ചേർന്ന് പിടികൂടിയത് പുല്ലൂപ്പി സ്വദേശി റോയിയെ. വീട്ടിൽ നിന്ന് 200 ഗ്രാം കഞ്ചാവ് പിടികൂടി. എറണാകുളം അങ്കമാലിയിൽ 20 ഗ്രാം MDMA പിടികൂടി. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഐശ്വര്യ, വിഷ്ണു, സ്വാതി എന്നിവരാണ് പിടിയിലായത്. പ്രായപരിധിയിൽ PB അംഗങ്ങൾക്ക് ഇളവ് വേണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. നേതാക്കളുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തണം. അന്തിമ തീരുമാനം പാർട്ടി കോൺഗ്രസിൽ. ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് വിലയിരുത്തൽ. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന് കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം. എറണാകുളം മലയാറ്റൂരിൽ കുളിക്കാൻ ഇറങ്ങിയ അച്ഛനും മകനും മുങ്ങിമരിച്ചു. പെരിയാറിൽ മുങ്ങിമരിച്ചത് നെടുവേലി വീട്ടിൽ ഗംഗയും മകൻ ധാർമ്മികും. പാലക്കാട് പട്ടാമ്പിയിൽ കുളിക്കുന്നതിനിടെ ഷോക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ വേനൽ മഴ. സവർക്കറെ ചൊല്ലി സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രീയ വിവാദം. ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ പരാമർശത്തിന് മറുപടിയുമായി CPIM-ഉം SFI-യും. സ്വാതന്ത്ര്യ സമരവുമായി സവർക്കർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് MV ഗോവിന്ദൻ. ഗവർണർ ചരിത്രം പഠിക്കണമെന്ന് SFI. രാജേന്ദ്ര അർലേക്കർ അതൃപ്തി പരസ്യമാക്കിയത് SFI ബാനറിലെ സവർക്കർ വിമർശനത്തിനെതിരെ. കാലിക്കറ്റ് സർവകലാശാലയിലെ സവർക്കർ അനുകൂല പരാമർശത്തിന് കാരണം ഗവർണർക്ക് മുൻപുണ്ടായ രാഷ്ട്രീയമാകാമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇപ്പോൾ ഗവർണർക്കെതിരെ നിലപാടെടുക്കേണ്ട കാര്യമില്ല. ഭരണപരമായ കാര്യങ്ങളിൽ ഗവർണർ രാഷ്ട്രീയം കലർത്തുന്നുണ്ടോ എന്നാണ് അറിയേണ്ടതെന്നും TP രാമകൃഷ്ണൻ. പത്തനംതിട്ട പെരുന്നാട് ഷർട്ട് ധരിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ കയറി ഭക്തർ. ദർശനം SNDP സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ. നീക്കം എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ച് കയറാൻ അനുവദിക്കണമെന്ന SNDPയുടെയും ശിവഗിരി മഠത്തിന്റെയും ആവശ്യത്തിനിടെ കോഴിക്കോട്ടെ കവർച്ചാ നാടകം പൊളിഞ്ഞു. നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നത് പരാതിക്കാരൻ തന്നെ. 2 പേർ പിടിയിൽ. കുഴൽപ്പണമെന്ന് സംശയം. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. കവർച്ചാ നാടകത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24.
5 ആഴ്ചത്തെ ആശുപത്രി വാസത്തിന് ശേഷം ആദ്യമായി വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് മാർപ്പാപ്പ റോമിലെ ജമേലി ആശുപത്രിയിലെ ബാൽക്കണിയിൽ നിന്ന് കൈവീശിയ അഭിവാദ്യം. എല്ലാവർക്കും നന്ദി എന്ന് പ്രതികരണം. താമസ സ്ഥലമായ സാന്താ മാർത്ത മന്ദിരത്തിൽ തിരിച്ചെത്തി. 2 മാസത്തെ സമ്പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ച ഡോക്ടേഴ്സ്. സർക്കാരിന് പണം കണ്ടെത്താനുള്ള കുറുക്കുവഴിയാണ് മദ്യവിൽപ്പനയെന്ന KCBC സർക്കുലർ. നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാൻ ശ്രമമെന്നും സർക്കാരിന്റെ ലഹരി വിരുദ്ധ പദ്ധതികൾ ഫലം കാണുന്നില്ലെന്നും സർക്കുലറിൽ വിമർശനം. കത്തോലിക്ക ദേവാലയങ്ങളിൽ സർക്കുലർ വായിച്ചു. വന്യജീവികളെ ശാസ്ത്രീയമായി നിയന്ത്രിക്കാതെ ജനവാസ മേഖലയിലേക്ക് ഇറക്കിവിടുന്ന രീതിയിൽ വനംവകുപ്പ് പ്രവർത്തിക്കുന്നുവെന്ന് സീറോ മലബാർ താമരശ്ശേരി രൂപത. മനുഷ്യത്വരഹിത വനനിയമങ്ങൾ കൊണ്ടുവരുന്നുവെന്നും കർഷകന് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും പള്ളികളിൽ വായിച്ച ഇടയലേഖനം. ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ മരണകാരണം തലച്ചോറിനേറ്റ ക്ഷതം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകം 3 ദിവസം നീണ്ട ആസൂത്രണത്തിന് ഒടുവിൽ. തട്ടിക്കൊണ്ടുപോയ ദിവസം പ്രതികൾ ബിജു ജോസഫിന്റെ വീടിന് സമീപം തങ്ങി. ബിസിനസ് പങ്കാളി ജോമുവിന് പുറമെ മറ്റൊരു പ്രതി ജോമിനും ബിജുവിനോട് വൈരാഗ്യം. കച്ചവട പങ്കാളിത്തം പിരിഞ്ഞതാണ് പകയ്ക്ക് കാരണമെന്ന് ബിജു ജോസഫിന്റെ സഹോദരൻ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് പോലീസ്. പ്രതി അഫാന്റെയും മാതാവ് ഷെമിയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ബാധ്യത കൂട്ടി. കടത്തിൽ മുങ്ങിയപ്പോഴും അഫാൻ വാങ്ങിയത് 2 ലക്ഷം രൂപയുടെ ബൈക്ക്. പ്രതിയെയും പിതാവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് പോലീസ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം 42ാം ദിവസം. അനിശ്ചിതകാല നിരാഹാര സമരവും തുടരുന്നു. സമരത്തിനെതിരെ വിമർശനം തുടർന്ന് മന്ത്രിമാരും CPIM നേതാക്കളും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരക്കാരുടെ കൂട്ടുപവാസം നാളെ. ആശാ സമരത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആശമാർ തന്നെയെന്ന് TP രാമകൃഷ്ണൻ. റേഷൻ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ റേഷൻ വ്യാപാരികളുടെ യോഗം വിളിച്ച് ഭക്ഷ്യമന്ത്രി. ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിലാണ് സംഘടനാ നേതാക്കളുടെ യോഗം. 4000-ഓളം റേഷൻ കടകൾ പൂട്ടണമെന്ന ശുപാർശ വിവാദമായിരുന്നു. ചെലവ് നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി ധനവകുപ്പ്. സർക്കാർ പരിപാടികളുടെ ചെലവ് കുറയ്ക്കണം. ആവശ്യമില്ലാത്ത പദ്ധതികൾ അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 1 ഗഡു കൂടി അനുവദിച്ച് സർക്കാർ. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. കൊച്ചിയിൽ ലഹരിമരുന്നിനായി ഡോക്ടറുടെ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയ 2 പേർ പിടിയിൽ. നിക്സൺ ദേവസ്യ, സനൂപ് വിജയൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് ഡോക്ടറുടെ വ്യാജ കുറിപ്പടിയും സീലും പിടിച്ചെടുത്തു. സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിനായി ചേർന്ന NCP നേതൃയോഗം അലസിപ്പിരിഞ്ഞു. ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിൽ ചാക്കോ ശശീന്ദ്രൻ വിഭാഗങ്ങൾ തമ്മിലെ തർക്കം രൂക്ഷമായതോടെയാണ് തീരുമാനമെടുക്കാൻ കഴിയാതെ പിരിഞ്ഞത്. ഇരു വിഭാഗങ്ങളും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടു. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. ആശാ വർക്കേഴ്സിന് 1500 രൂപ വീതം ഇൻസെന്റീവ് പ്രഖ്യാപിച്ച് എറണാകുളം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ബജറ്റിലാണ് പ്രഖ്യാപനം. പഞ്ചായത്തിലെ 13 ആശമാർക്ക് ടാബോ, സ്മാർട്ട് ഫോണോ നൽകാൻ ബജറ്റിൽ തുക വകയിരുത്തി. കൊച്ചി വൈറ്റിലയിൽ പോലീസുകാരനോട് മദ്യപാനിയുടെ അതിക്രമം. പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിൽ മുറുക്കെ പിടിച്ച മദ്യപാനി പിടിവിടാൻ തയ്യാറായില്ല. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദൃശ്യങ്ങൾ 24. എറണാകുളം ഏലൂരിൽ തോട്ടിലെ മാലിന്യത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. കുട്ടികൾക്കടക്കം ഛർദിയും പനിയും. പ്രദേശത്ത് ജീവിതം ദുസ്സഹമാക്കി ദുർഗന്ധം. പത്തനംതിട്ട ചിറ്റാർ പടയണിപ്പാറ പാലത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറഞ്ഞു. 4 പേർക്ക് പരിക്ക്. പെരുന്നാട് തുണ്ടിക്കയം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ജ്യൂസിൽ മദ്യം കലർത്തി യുവതിയുടെ നഗ്ന വീഡിയോ പകർത്തി മകൻ അയച്ചുകൊടുത്ത സംഭവത്തിൽ പ്രതിക്കെതിരെ പോക്സോ കുറ്റം ചുമത്തി. യുവതിയുടെ +1 പഠിക്കുന്ന മകനാണ് ദൃശ്യം അയച്ചുകൊടുത്തത്. പ്രതി വടകര വില്യാപ്പള്ളി സ്വദേശി മുഹമ്മദ് ജാസ്മിൻ അറസ്റ്റിൽ. നാഷണൽ ഫയർ സർവീസ് മീറ്റിൽ വിജയിച്ച കേരള ഫയർ സർവീസിലെ ഉദ്യോഗസ്ഥരെ ആദരിച്ച് ഫയർഫോഴ്സ് മേധാവി. എറണാകുളം ഗാന്ധിനഗർ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലാണ് ഫയർഫോഴ്സ് DGP പത്മകുമാർ വിജയികളെ ആദരിച്ചത്. ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ നൌഷാദ് അധ്യക്ഷനായിരുന്നു. ലോക ജലദിനത്തിന്റെ ഭാഗമായി വനം വകുപ്പും റാണിപുരം വനസംരക്ഷണ സമിതിയും പറവകൾക്ക് ഒരിത്തിരി തണ്ണീർ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് പന്തിക്കാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K രാഹുൽ ഉദ്ഘാടനം ചെയ്തു. പന്തിങ്കച്ചാൽ, അച്ചമ്പാറ, വാഴക്കോൾ, റാണിപുരം, കുണ്ടുപള്ളി പ്രദേശങ്ങളിൽ മുളം തണ്ടികൾ സ്ഥാപിച്ച് പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും കുടിവെള്ളം നൽകുന്നതാണ് പദ്ധതി.
എറണാകുളം കാക്കനാട് വനിതാ ഹോസ്റ്റലിൽ മോഷണ ശ്രമമെന്ന് പരാതി. മോഷ്ടാവ് ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. പെൺകുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് കൊപ്പത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് കൈപ്പുറം പണിക്ക വീട്ടിൽ ഇബ്രാഹിം. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി ഭാരത് മാതാ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. ആന്റി ഡ്രഗ് വേൾഡ് സോഷ്യൽ വർക്ക് ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാർ C ഉദ്ഘാടനം ചെയ്തു. സ്റ്റാർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മാധ്യമപ്രവർത്തകനും ട്രാവൽ വ്ളോഗറുമായ ശബരിനാഥിന് പുരസ്കാരം. കൊൽക്കത്തയിൽ നടന്ന 63 രാജ്യങ്ങൾ പങ്കെടുത്ത ഫിലിം ഫെസ്റ്റിവലിലെ നാഷണൽ കാറ്റഗറിയിൽ രണ്ടാമത്തെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. 1950-ൽ നീലഗിരി കാടിനുള്ളിൽ തകർന്നു വീണ വിമാനത്തിന്റെ കഥ പറയുന്നതാണ് ഡോക്യുമെന്ററി. പ്രധാന അറിയിപ്പുകൾ. അസാബ് കേരളയിൽ ജാപ്പനീസ് ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 22. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മിനിമം മാർക്ക് നേടാത്ത 8ാം ക്ലാസ്സുകാർക്ക് പുനഃപരീക്ഷ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ്. ഏപ്രിൽ 25 മുതൽ 28 വരെയാണ് പരീക്ഷ. വിദ്യാർത്ഥികൾക്കുള്ള പഠന പിന്തുണ ക്ലാസുകൾ ഏപ്രിൽ 8 മുതൽ 24 വരെ നടക്കും. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായുള്ള വിദേശ പഠന ഉന്നതി സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ നൽകാം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഹണ്ട ന്യൂസിലേക്ക് തിരികെ. ദേശീയ വാർത്തകൾ. രാമക്ഷേത്ര സന്ദർശകർക്കായി രാം നിവാസ് നിർമ്മിക്കാൻ അയോധ്യയിൽ സ്ഥലം വാങ്ങി ഗോവ സർക്കാർ. 23.6 കോടി രൂപയ്ക്ക് 91 സെന്റ് സ്ഥലം വാങ്ങും. സ്ഥലം അനുവദിക്കുന്നതിന് അംഗീകാരം നൽകി ഉത്തർപ്രദേശ് ഹൌസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ബോർഡ്. എയർ ഇന്ത്യക്കെതിരെ വിമർശനവുമായി മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ. പൈലറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിന് യാത്രക്കാരെ കയറ്റുന്നുവെന്ന് വിമർശനം. വാർണർ ചൊടിപ്പിച്ചത് മണിക്കൂറുകളോളം പൈലറ്റിനായി കാത്തിരിക്കേണ്ടി വന്നത്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് അസമിൽ 11ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കിയത് നാളെ മുതൽ ആരംഭിക്കാനിരുന്ന പരീക്ഷകൾ. ഉത്തർപ്രദേശിൽ വാഹനാപകടത്തെ തുടർന്ന് ദളിത് യുവാവിനെ മർദ്ദിച്ച് ബന്ദിയാക്കിയതായി പരാതി. സംഭവം പ്രയാഗ്രാജിൽ. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റേത് ആത്മഹത്യ തന്നെ എന്ന് CBI അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. സുഹൃത്ത് റിയ ചക്രവർത്തിക്കും ക്ലീൻ ചിറ്റ്. കൊലപാതകം എന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് CBI. ഒടുവിൽ സത്യം ലോകത്തിന് മനസ്സിലായെന്ന് നടി റിയ ചക്രവർത്തിയുടെ അഭിഭാഷകൻ സതീഷ് മാനെ ഷിൻഡെ. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെയും മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെയും ഭരണം സമാനമാണെന്ന വാദം ആവർത്തിച്ച് മഹാരാഷ്ട്ര PCC അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്കലിനെതിരെ വ്യാപക വിമർശനം. പഞ്ചാബിൽ വൻ മയക്കുമരുന്ന് വേട്ട. അമൃത്സറിൽ 4 കിലോ ഹെറോയിൻ പിടികൂടി. 4 പേർ അറസ്റ്റിൽ. ജമ്മു കശ്മീരിൽ ഏറ്റുമുട്ടൽ. കത്വയിലെ ഹിരാനഗറിലാണ് ഏറ്റുമുട്ടൽ. ഭീകരർക്കായി തിരച്ചിൽ. രാജ്യാന്തര വാർത്തകൾ. ലെബനനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. വെടിനിർത്തലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 40 പേർക്ക് പരിക്ക്. ഹിസ്ബുള്ള ആക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന ഇസ്രയേൽ. ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു. ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് സലാഹ് അൽ ബർദാവിൽ കൊല്ലപ്പെട്ടതായി വിവരം. ആംബുലൻസുകൾക്ക് നേരെയും ആക്രമണം. കര-വ്യോമ ആക്രമണങ്ങളിൽ 5 കുട്ടികളടക്കം 34 പേർ കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള വിലക്ക് പിൻവലിക്കണമെന്ന യൂണിസെഫ്. 6ാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് യൂണിസെഫിന്റെ അഭ്യർത്ഥന. റഷ്യ യുക്രൈൻ വെടിനിർത്തലിനുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ പദ്ധതി തള്ളി ട്രംപിന്റെ പ്രതിനിധി. എല്ലാവരും വിൽസൺ ചർച്ചിലിനെ പോലെ ആകണമെന്ന് കരുതുന്ന സ്റ്റാമറിന്റെ ലളിതമായ ആശയം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സ്റ്റീവ് വിറ്റ്കോഫ്. ബഹിരാകാശത്ത് 9 മാസത്തെ താമസത്തിന് ശേഷം മടങ്ങിയെത്തിയ സുനിത വില്യംസിന് ഓവർടൈം ശമ്പളം നൽകുമോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി ട്രംപ്. ഇതുവരെ ഇക്കാര്യം ആരും തന്നോട് ചോദിച്ചിട്ടില്ലെന്നും ആവശ്യമെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകുമെന്നും ഡൊണാൾഡ് ട്രംപ്. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാനിന് 4ാമത്തെ കുഞ്ഞു പിറന്നു. പെൺകുഞ്ഞുണ്ടായ കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ച് ഷെയ്ഖ് ഹംദാൻ. ഹിന്ദ് എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്. വാൾട്ട് ഡിസ്നി വേൾഡ് റിസോർട്ടിനുള്ളിലെ തീം പാർക്കിന് സമീപം തീപിടുത്തം. ഫ്രാൻസ് പവലിയനിലെ കൂളറിന് തീപിടിക്കുകയായിരുന്നു. ആളപായമില്ല.
പാകിസ്ഥാനിൽ രണ്ടാമത്തെ എംപോക്സ് കേസ് സ്ഥിരീകരിച്ചു. കറാച്ചിയിലെ 28-കാരനാണ് രോഗബാധ. രോഗിയെ ഐസൊലേറ്റ് ചെയ്തെന്ന് ആരോഗ്യ മന്ത്രാലയം. ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 8,230 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 65,840 രൂപയിലുമാണ് വ്യാപാരം നടത്തുന്നത്. കത്തുന്ന വേനലിൽ ശീതളപാനീയ കമ്പനികളുടെ കടുത്ത മത്സരം. റിലയൻസ് കൺസ്യൂമറിന്റെ കാമ്പയെ നേരിടാൻ പെപ്സിയും കൊക്കക്കോളയും പഞ്ചസാരരഹിത പാനീയങ്ങളും 10 രൂപയുടെ ചെറു പാക്കറ്റുകളും പുറത്തിറക്കും. പേരുമാറ്റത്തിനൊരുങ്ങി സൊമാറ്റോ. പേരുമാറ്റാൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചു. ഇതോടെ സൊമാറ്റോയുടെ പേര് ഔദ്യോഗികമായി എക്സ്റ്റേണൽ ലിമിറ്റഡ് എന്നായി. പാകിസ്ഥാനിൽ പഞ്ചസാര വില കുതിച്ചുയർന്നു. വില കിലോയ്ക്ക് 180 രൂപയിലെത്തി. റമദാൻ മാസത്തിലെ ഉയർന്ന ആവശ്യകത മുതലെടുത്താണ് വില വർധന. പ്ലേ സ്റ്റോറിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച 331 ആപ്പുകൾ നീക്കം ചെയ്ത് ഗൂഗിൾ. VPN ആപ്പുകൾ, ഗെയിമുകൾ, ക്യാമറ ആപ്പുകൾ തുടങ്ങിയവയാണ് നീക്കിയത്. യൂട്യൂബിൽ പുതിയ ഫീച്ചർ വരുന്നു. ഉപയോക്താക്കൾക്ക് ഇനി വീഡിയോ പോലെ ഓഡിയോ നിലവാരവും ക്രമീകരിക്കാം. പ്രീമിയം സബ്സ്ക്രിപ്ഷനിലുള്ള വരിക്കാർക്ക് മാത്രമേ ഫീച്ചർ ലഭ്യമാകൂ. മൂന്നാറിൽ ഹിറ്റായി KSRTC റോയൽ വ്യൂ ഡബിൾ ഡക്കർ. സർവീസ് ആരംഭിച്ച് 1 മാസത്തിനുള്ളിൽ ബസ്സിൽ യാത്ര ചെയ്തത് 3500 പേർ. 13 ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള വരുമാനം. ടെസ്ലയുമായി കൈകോർക്കാൻ ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഓട്ടോകോം, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ടാറ്റ ടെക്നോളജീസ്, ടാറ്റ ഇലക്ട്രോണിക്സ് എന്നീ കമ്പനികൾ ടെസ്ലയുടെ ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമാകും. ഓഹരി വിപണിയെ സംബന്ധിച്ച് നിക്ഷേപകർക്ക് ടിപ്പുകൾ നൽകുന്ന സോഷ്യൽ മീഡിയയിലെ ഉപദേശകർക്ക് സെബിയുടെ കടിഞ്ഞാൺ. അനധികൃത ഇൻഫ്ലുവൻസർമാരെ നിയന്ത്രിക്കാനാണ് നടപടി. രാജ്യത്ത് 50 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന ലക്ഷറി കാറുകൾ സ്വന്തമാക്കുന്നവരിൽ അധികവും യുവാക്കൾ എന്ന് റിപ്പോർട്ട്. മെഴ്സിഡസ് ബെൻസ് അടക്കം ലക്ഷറി ശ്രേണിയിലെ മേക്ക് ബാക്ക് മോഡലുകൾ സ്വന്തമാക്കുന്നവരുടെ ശരാശരി പ്രായം 38 വയസ്സാണ്. ത്രിപുരയിലെ വിവര സാങ്കേതിക മേഖലയിൽ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ച റിലയൻസ് ഇൻഡസ്ട്രീസ്. കമ്പനി പ്രതിനിധി സംഘം ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹിയെ കണ്ട് മേഖലയിലെ സാധ്യതകൾ ചർച്ച ചെയ്തു. ന്യൂസിലേക്ക് തിരികെ കായിക വാർത്തകൾ. IPL-ലെ എൽ ക്ലാസിക്കോ പോരിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. മുംബൈയെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. 156 റൺസ് വിജയലക്ഷ്യം മറികടന്നത് 5 പന്ത് ബാക്കി നിൽക്കെ. അരങ്ങേറ്റത്തിൽ 3 വിക്കറ്റോടെ തിളങ്ങി മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. റൺമഴ പെയ്ത കളിയിൽ രാജസ്ഥാനെ 44 റൺസിന് തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ന്യൂസിലൻഡ് ടീമിന് തിരിച്ചടി. ഫാസ്റ്റ് ബൌളർ മാറ്റ് ഹെൻറി പരിക്ക് മൂലം പുറത്ത്. പാകിസ്ഥാനെതിരെയുള്ള 2020 പരമ്പരയിൽ അവസാന 2 മത്സരങ്ങളിൽ നിന്ന് ഹെൻറിയെ ഒഴിവാക്കി. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിന് കനത്ത തിരിച്ചടി. സൂപ്രതാരം KL രാഹുൽ ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് പിന്മാറിയേക്കും. ആദ്യ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നതിനാൽ താരം 2 മത്സരങ്ങളിൽ നിന്ന് മാറി നിന്നേക്കും. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്നത് പോലെയെന്ന് ഹർഭജൻ സിംഗ്. CSK IPL-ലെ മികച്ച ടീമുകളിൽ ഒന്നാണ്. മുംബൈ വരെ തോൽപ്പിച്ചാൽ അത് വലിയ വാർത്തയാകുമെന്ന് ഹർഭജൻ സിംഗ്. ഇറ്റാലിയൻ പ്രതിരോധ താരം റിക്കാർഡോ കാലാഫിയോറിക്ക് കാൽമുട്ടിന് പരിക്ക്. ജർമ്മനിക്കെതിരെ യുവേഫ നാഷൻസ് ലീഗ് മത്സരത്തിനിടെയാണ് പരിക്കേറ്റത്. താരത്തെ ഇറ്റാലിയൻ ടീമിൽ നിന്ന് ഒഴിവാക്കി. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയെ നേരിടാൻ ഒരുങ്ങുന്ന ബ്രസീലിന് തിരിച്ചടി. തലയ്ക്ക് പരിക്കേറ്റ ഗോൾ കീപ്പർ അലിസൺ ബെക്കർക്ക് മത്സരം നഷ്ടമാകും. ബയേൺ മ്യൂണിക്സ് നായകൻ മാനുവൽ നോയർക്ക് ചാമ്പ്യൻസ് ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നഷ്ടമാകും. പ്രീ ക്വാർട്ടർ ഫൈനലിലെ ഗോളാഹ്ലാദത്തിനിടെയാണ് ഗോൾ കീപ്പറായ നോയർക്ക് പരിക്കേറ്റത്. IPL 18-ാം സീസണിൽ കമന്ററി സംഘത്തിൽ നിന്ന് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പഠാനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് വിവാദം. ചില ഇന്ത്യൻ താരങ്ങളുടെ പരാതിയെ തുടർന്നാണ് ഇർഫാനെ തഴഞ്ഞത് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. എമ്പുരാൻ റിലീസിന് അവധി നൽകി ബംഗളൂരുവിലെ കോളേജ്. പുളിക്കട പിള്ളേരെ എന്ന ക്യാപ്ഷനോടെയാണ് അവധി വിവരം അറിയിച്ചത്. ബംഗളൂരുവിലുള്ള ഗുഡ് ഷെപ്പേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവധി നൽകിയത്. അല്ലു അർജുനും സംവിധായകൻ നാറ്റ്ലിയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ പുറത്ത്. ചിത്രീകരണവും അല്ലു അർജുന്റെ പ്രതിഫലവും സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. അല്ലു അർജുന് 175 കോടി രൂപയും ഒപ്പം സിനിമയുടെ ലാഭത്തിൽ നിന്നും 15% നിർമ്മാതാക്കൾ നൽകേണ്ടിവരുമെന്നാണ് റിപ്പോർട്ടുകൾ.
അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ എമ്പുരാന്റെ വരവ് ആഘോഷമാക്കി മോഹൻലാൽ ഫാൻസ്. ഇനി ഫാക്ട് ചെക്ക്. 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ യുവതികളാണെന്ന് സുപ്രീം കോടതി വിധി വന്നെന്ന പ്രചാരണം. യുവതികളെ കിളവിയെന്ന് വിളിച്ചാൽ തടവും പിഴയും ശിക്ഷ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു വിധിയും പ്രസ്താവിച്ചിട്ടില്ല. നാളെ അറിയാം. കോഴിക്കോട് വടകരയിൽ BSNL ഗുണഭോക്താക്കളുടെ മേള നാളെ തുടങ്ങും. നാളെ തിരുവള്ളൂർ എക്സ്ചേഞ്ച് പരിസരത്താണ് മേള. കോഴിക്കോട് പുതുപ്പാടി ആറാമുക്ക് പാലക്കുറ്റി മരുതങ്ങൽ എന്നിവിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. തിരുവനന്തപുരത്ത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിലവിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. പരീക്ഷയും അഭിമുഖവും നാളെ രാവിലെ 9:30 തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ C-Cube ലാബിൽ. ആലപ്പുഴ തണ്ണീർമുക്കം ബണ്ട് ഷട്ടറുകൾ യഥാസമയം തുറക്കാത്തതിൽ പ്രതിഷേധിച്ച് ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 തണ്ണീർമുക്കം പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. സംസ്ഥാന സെക്രട്ടറി NR ഷാജി ഉദ്ഘാടനം ചെയ്യും. കോട്ടയം പാമ്പാടിയിൽ നാളെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്. പാമ്പാടി പഞ്ചായത്തിൽ രാവിലെ 10 മുതൽ 2 വരെയായിരിക്കും ക്യാമ്പ് നടക്കുക. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി അരവിന്ദ് കെജ്രിവാൾ. അധികാരത്തിലെത്തിയ സ്ത്രീകൾക്ക് 2500 രൂപ നൽകുമെന്ന വാഗ്ദാനം BJP മറന്നെന്ന് കെജ്രിവാൾ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം തീവ്രമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 43.6 ഡിഗ്രി സെൽഷ്യസ് താപനില. പാലക്കാട് കണ്ണനൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. യുവാവിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് പൂർത്തിയാകുന്നു.